ജെഇ 2024 ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് പാർട്ട് ബൈ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ് മാത്സ്. അപ്പോഴത്തേക്കും നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം കണ്ടന്റ് വേണം എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ റെക്കോർഡിങ് ആദ്യം എടുത്തിടാത്തത്. കാരണം ഞാൻ പലപ്പോഴും ജെഇയുടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അത് 10 വ്യൂ 20 വ്യൂ ആ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം ഈ ഒരു വീഡിയോയ്ക്ക് റെസ്പോൺസ് ഉണ്ടെങ്കിൽ വിത്തിൻ എ വീക്ക് ഞാനത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് നല്ലപോലെ ഉണ്ടെങ്കിൽ നമുക്കത് ജെഇ തീരുന്നവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. PYQs അതായത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് സൊല്യൂഷനായിട്ട് എന്തുകൊണ്ട് വരുന്നു എങ്ങനെയാണെന്നുള്ളതെല്ലാം പറഞ്ഞ് ഒരു സെഷൻ നമുക്ക് കൊണ്ടുപോകാം. അപ്പോഴത്തേക്കും എത്രത്തോളം ജെഇ ആസ്പിരൻസ് ചാനൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ കാണുന്നവർ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾ എത്ര ആളുകളിലേക്ക് അത് എത്തിക്കും എന്നുള്ള അനുസരിച്ചിരിക്കും. ഞാൻ മടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുമ്പോൾ ഒരു 5-10 ആളുകളായിരിക്കും കാണുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ തോന്നത്തില്ല. നമ്മൾ എന്തിനാണ് ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾ കാണുവാണെങ്കിൽ ഞാൻ റെഡിയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു 2-3 പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു 10-20 പേരെങ്കിലും കമൻറ്റ് ചെയ്ത് അത്യാവശ്യം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ റീച്ച് അനുസരിച്ചായിരിക്കും ഞാൻ ആദ്യത്തെ പാർട്ട് ഇടുന്നത്. പിന്നെ ഓരോ പാർട്ടിൻ്റെയും ആ ഒരു സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ബാക്കി ഫോളോ അപ്പ് ആയിട്ട് പിന്നീട് പാർട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നിങ്ങൾക്ക് കണ്ടന്റിന് ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കണ്ടന്റ് ഒരുപാട് ഇടുന്നതായിരിക്കും.